അവൾ ഒഴിഞ്ഞു പോയാൽ ആ നിമിഷം ഗിരിമോന്റെ മനസ്സ് മാറും. എന്നോട് ഒരുമാതിരി വർത്തമാനം പറയല്ലേ. ഇതിനും മാത്രം പാപം നമ്മളൊക്കെ എന്താടാ ചെയ്തത്? ഒക്കെ ശാലിനിയുടെ ദോഷം കൊണ്ടാ. ആ മധു, ഞാൻ പറഞ്ഞത് ഗംഗേച്ചിയോട് പറയാൻ മറക്കല്ലേ. ഇല്ല കുഞ്ഞെ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. തൊടല അവിടെ ഇല്ലാതിരുന്നാ മതിയായിരുന്നു. ചൊറിയുന്ന വർത്തമാനേ പറയൂ. ആ പിന്നെ കുഞ്ഞെ, രാധമോള് വിളിച്ചായിരുന്നു. കാഞ്ചനാമ്മ കൊറേ കരയാൻ പറയൊക്കെ ചെയ്യുന്ന കണ്ടു. ശാലുക്കുഞ്ഞിനെ കുറിച്ച് കൊറേ ഇല്ലാതീനങ്ങൾ പറയുകയും ചെയ്തു. എന്തെങ്കിലും കഴിക്കാതെ വാതിലടച്ച് കിടന്നു കളയരുതേ. ഞാൻ വേണേ ഇങ്ങോട്ട് കൊണ്ടുതരാം. വേണ്ട, ഞാൻ വന്നോളാം. എന്നാ ഞാൻ എടുത്തു വെച്ചേക്കാം. ശരി. ഇനി ഒട്ടും പുറകോട്ട് പോകരുത് മോളെ. ഒടുക്ക അവൾക്ക് തന്നെ സ്വയം തോന്നലുണ്ടായി ഒഴിഞ്ഞു പോയാൽ അത്രയും നല്ലത്. മോള് നോക്കിക്കോ, അവൾ ഒഴിഞ്ഞു പോയാൽ ആ നിമിഷം ഗിരിമോന്റെ മനസ്സ് മാറും. അപ്പീല് കൊടുക്കാനല്ല, ജയിലിൽ ചാടാൻ പോലും ഗിരിമോൻ തയ്യാറായെന്ന് വരും. അല്ലെങ്കിൽ ഈ കഞ്ചന പറയുന്നത് ചെയ്തു തരും. എന്താടി, ചോദിക്കാതെയും പറയാതെയും വാതിൽ മുട്ടാതെ ആണോടി മുറിയിലോട്ട് കയറി വരുന്നത്? അതോ മറിഞ്ഞു നിന്നുള്ള ന്യൂസ് പിടുത്തം നിനക്ക് തുടങ്ങിയോ? ഞാൻ ആരുടെ ന്യൂസ് പിടിക്കാനൊന്നും വന്നല്ല. ഗംഗക്കുഞ്ഞിനോട് ഒരു കാര്യം പറയാൻ വന്ന. കണ്ടില്ലേ, എല്ലാം നിഷേധികളാ. അതെങ്ങനെയാ? ആ മൂദേവി ആയിട്ടല്ലേ കമ്പനി. അവളുടെ വാലും കടിച്ച് പിന്നാലെ പോകുന്നത് കണ്ടല്ലോ. എനിക്ക് വല്ലത് കിട്ടിയോടി? കാഞ്ചനാമേ, എന്നോട് ഒരുമാതിരി വർത്തമാനം പറയല്ലേ. ഇവിടുന്ന് ശമ്പളം പറ്റുന്നുണ്ടെങ്കിലേ അത് ഞാൻ നല്ലപോലെ ജോലി ചെയ്തിട്ടാ, അല്ലാതെ ആരുടെ ഔദാര്യമൊന്നും അല്ല. അങ്ങനെ ആരുടെ ആട്ടും തുപ്പും കേട്ട് കിടക്കേണ്ട കാര്യവും എനിക്കില്ല. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടം. മര്യാദക്കാണെങ്കിലേ മാധു മര്യാദയാ. ഇല്ലെങ്കിലോ? നീ എന്നെ ചീറ്റിക്കളിയോടി. കണ്ടില്ലേ ഗംഗമോൾ ഇവളുടെ അഹങ്കാരം? ചെവിയിൽ ഓതിക്കൊടുക്കുന്നതിന് ശക്തിയെ. ചെവിയിൽ ഓതിക്കൊടുക്കുന്നേ എന്റെ തൊഴിലല്ല, അത് ആരുടെ തൊഴിലാണെന്ന് എനിക്ക് നല്ലപോലെ അറിയുകയും ചെയ്യും. ഇറങ്ങടി വെളിയില്, ഇറങ്ങടി. നീ ആരെയടി മൂപ്പിക്കുന്നേ? എന്റെ തനിക്കുണം നീ അറിയും. കഞ്ചനാമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ല മോളെ, കണ്ടില്ലേ അവളുടെ ഒരു അഹമ്മതി? വകവെച്ച് കൊടുത്തിട്ടല്ലേ അത്? മാധുന് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു? ഗിരിക്കുഞ്ഞിന് മോളെ ഒന്ന് കാണണോന്ന് ശാലുക്കുഞ്ഞ് പോയിട്ട് വന്നപ്പോ പറഞ്ഞതാ. അവള് പോയി ഗിരിയോട് വല്ലതും പറഞ്ഞു വെച്ച് കൊടുത്തു കാണും. അതാ. എന്തു പറഞ്ഞാലും അവനതൊന്നും വിശ്വസിക്കില്ല. മറ്റു വല്ല പെണ്ണുങ്ങളായിരുന്നെങ്കിൽ നമുക്കങ്ങനെ പറയായിരുന്നു. ഇവള് വേറെയല്ലേ ഇനോ, കഴിവിച്ചിരി കൂടും. അപ്പൊ പോകണ്ടെന്നാണോ കഞ്ചനാമ്മ പറയുന്നത്? പോണം പോണോ, നമ്മള് പോകുക തന്നെ വേണം. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന് കേട്ടിട്ടില്ലേ? അവള് പൂങ്കണ്ണീര് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും കാണിക്കണം. ഗിരിമോൻ പാവമ്മ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന പ്രകൃതമാണ്. അവളുടെ വാക്ക് കേട്ട് മനം മാറുന്നതിന് മുമ്പ് നമ്മളത് വെട്ടണം. പിന്നെ അവൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഗിരിമോന്റെ അടുത്ത് ഏശരുത്. അവൻ അവളെ വെറുക്കണം. പാവം എന്റെ ഗിരി. ഒക്കെ ഗിരിമോന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഗംഗമോളെ? ഗിരിമോനെ അത് നല്ലോണം പറഞ്ഞു മനസ്സിലാക്കണം. ഗംഗമോള് വിചാരിച്ചാലേ അത് നടക്കൂ. കൂടപ്പിറപ്പല്ലേ, കേക്കും. എനിക്കുറപ്പാ. ഇനി അധികം ആലോചിക്കാൻ ഒന്നുമില്ല മോളെ, നമുക്ക് പോകാന്നേ. വാ, എഴുന്നേക്ക്, എഴുന്നേക്ക്. വാ. ഗംഗേച്ചി ഒന്ന് കാണണം തോന്നി, അതാ ഞാൻ. എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ അതുകൊണ്ടാ ഗംഗേച്ചി. എന്തായാലും ഗംഗേച്ചി വന്നല്ലോ. എന്താ മോളെ ഇത്?
കരഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്. എന്നിട്ടിപ്പോ ഇനി അന്നത്തെ പോലെ വീണ്ടും അസുഖം വരുത്താനാണോ? ഇല്ലാതിരുന്ന അസുഖം തീർത്തു മാറിയെന്നും കരുതിയതാ, അത് വീണ്ടും വന്നു. ദൈവാധീനം കൊണ്ട് അത്രയൊക്കെയല്ലേ നടന്നുള്ളൂ. ഗിരിമോന്റെ കാര്യം വെച്ച് നോക്കുമ്പോ അതൊക്കെ എത്രയോ നിസ്സാരം. എന്നാലും നിനക്കിങ്ങനെയൊക്കെ വന്നല്ലോ ഗിരി. ഇതിനു മാത്രം പാപം നമ്മളൊക്കെ എന്താടാ ചെയ്തത്? പാവം ചെയ്തത് നമ്മളാരും അല്ലല്ലോ. ഇതൊന്നും നമ്മളെ ആരുടെയും കുഴപ്പം കൊണ്ടൊന്നല്ല മോനെ. പറയുമ്പോ മോന് വിഷമം തോന്നരുത്. എന്താ? അല്ലെങ്കിൽ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എന്താന്നല്ലേ ചോദിച്ചത്? പറയുന്നത് മോൻ തഞ്ചത്തിലൊന്ന് കേൾക്കണം. പെട്ടെന്ന് കയറി ദേഷ്യപ്പെടുകയോ എന്നെ വഴക്ക് പറയുകയോ ചെയ്യരുത്. അമ്മ വാരിതി എന്ന് നോക്കിച്ചു. എന്ത് പ്രശ്നമേ കവടി വാരി വെച്ചിട്ട്. മോ മുഖം ചുളിക്കൊന്നും വേണ്ട. വാര്യത്ത് അദ്ദേഹം പറഞ്ഞതാ. കഞ്ചനമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലേ? കേട്ടോ കേട്ടോ, ഇതാ ഞാനൊന്നും പറയാത്തത്. കഞ്ചനാമ പറയുന്നതിലും കാര്യമുണ്ട് ഗിരി. ഒക്കെ ശാലിനിയുടെ ദോഷം കൊണ്ടാ. ആദ്യമൊന്നും ഞാനും വിശ്വസിച്ചില്ല. നിനക്കറിയാലോ എനിക്ക് അവളോട് എന്ത് സ്നേഹമായിരുന്നു. ഇപ്പോഴും അതിനൊന്നും ഒരു കുറവും വന്നിട്ടുമില്ല. പക്ഷെ നിന്റെ ശ്യാമേട്ടന്റെ മുന്നുമോന്റെ ഒക്കെ കാര്യം ഓർക്കുമ്പോഴാ. ഗംഗേച്ചി എന്തായി പറയുന്നത്? ശാലിനി എന്ത് ചെയ്തു? ശാലിനി എന്തെങ്കിലും ചെയ്തു നല്ല ഗിരി. ദോഷമുള്ള ജാതകം അവളുടേത്. ഭർത്താവ് വാടില്ല അവൾക്ക്. ഗംഗേച്ചി തുടങ്ങിയ മറ്റുള്ളവരെ പോലെ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ ഗംഗേച്ചി. ഇപ്പൊ എവിടെ നിന്ന് കിട്ടി ഈ ജാതക ദോഷവും മണ്ണാകട്ടയൊക്കെ? മതി, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം ഗിരി. അന്ന് ഈ ആലോചന വന്നപ്പോ അച്ഛനും മറ്റുള്ളവരൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ ശാലിനിയുടെ ജാതക ദോഷത്തെ കുറിച്ച്. അന്ന് നീ അത് കേട്ടില്ല. അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നീ അത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ടിപ്പോ എന്ത് പറ്റിയതാ ഗംഗേച്ചി പറയുന്നത്? പറ്റിയില്ലേ? ഒന്നും പറ്റിയില്ലേ? പിന്നെ എന്തിനാടാ നീ ഇവിടെ വന്ന് കൊലക്കാരൻ കാത്തു കിടക്കുന്നത്? അവളുടെ യോഗം അല്ലെങ്കിൽ പിന്നെ എന്താടാ ഇത്? എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാൻ തന്നെയാ. അതിന് മറ്റാരെയും പഴിചാരേണ്ട കാര്യമില്ല. സമ്മതിച്ചു. പക്ഷെ ഗിരി, നീ എത്രയോ കാലമായി വണ്ടി ഓടിക്കുന്നവനാ. അന്ന് വരെ ഒരു പൂച്ചക്കുഞ്ഞിനെങ്കിലും ഇടിച്ചിട്ടുണ്ടോ? എന്നിട്ടും അന്ന് അങ്ങനെ സംഭവിച്ചതിന്റെ കാരണം എന്താ? അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ യാത്രയായിരുന്നില്ലേ അത്, ഹണിമൂൺ യാത്ര? അന്ന് അങ്ങനെ സംഭവിച്ചെങ്കിലും അതിനാരും സാക്ഷികളില്ലായിരുന്നു. ഇന്നിപ്പോ ഇത്ര നാൾ കഴിഞ്ഞിട്ടും നിനക്ക് പോലീസ് പിടികൊടുക്കാൻ തോന്നിയത് എന്തുകൊണ്ടാ? അത് തോന്നിപ്പിച്ചതാ. ശാലിനി വന്ന് കേറിയതിന് ശേഷമല്ലേ മോളെ നമ്മുടെ വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പുവേട്ടൻ പോയി. ആറ്റുനോറ്റുണ്ടായ ഗംഗമോളുടെ കുഞ്ഞ് വയറ്റിൽ വെച്ചേ പോയി. മോനിത ചത്തതിന് തുല്യം. എന്നിട്ടും ഇതൊന്നും ഇല്ലെന്നാണോ പറയുന്നേ? മതി, എനിക്ക് ഭ്രാന്ത് പിടിക്കും. പിടിക്കും, ഭ്രാന്ത് പിടിക്കും. ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിൽ ഭ്രാന്ത് പിടിക്കും. വാര്യത്ത് അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട്. ഇതിനാണോ ഇപ്പൊ രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്നത്? ജാതകദോഷം, ഭാര്യത്തെ അദ്ദേഹം. പാവ ഒരു പെണ്ണോട് ഇത്രയും ക്രൂരത പാടില്ല. ഇത്രയൊക്കെ ആയിട്ടും നിനക്കിപ്പോഴും വിശ്വാസം അവളെയാ അല്ലേ? അത് ഗിരിമോന്റെ കുഴപ്പം കൊണ്ടല്ല മോളെ, അങ്ങനെ തോന്നൂ. വിനാശകാല വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? സമയം കഴിഞ്ഞു. പറഞ്ഞേ ഉള്ളൂ. ഗംഗേച്ചിക്ക് നീ ഒരുത്തനേ ഉള്ളൂ. നിന്നെ എന്നും ഈ ഗംഗേച്ചിക്ക് വേണം. അതുകൊണ്ടാ പറയുന്നേ. നീ രക്ഷപ്പെടണമെങ്കിൽ ഇനി ഒരൊറ്റ വഴിയുള്ളൂ മോനെ. അവളെ നീ മറക്കണം. ഗംഗേച്ചി,
ഹലോ, ഇത് ഞാനാ, മൈക്കിൾ. ഞാൻ വിളിച്ചത് എനിക്ക് മൈക്കിൾ, അത് ഞാൻ ഈ അവസ്ഥയിൽ എന്തു പറയാനാ? മറ്റൊന്നും വേണ്ടെങ്കിൽ ക്ലാരയോട് എനിക്കൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. ഒരു പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹമായിരിക്കും. മൈക്കിളെ, ഒരു കാര്യം ചെയ്യും. ക്ലാര ഇപ്പൊ പള്ളിയിൽ പോയിരിക്കുക. അവിടെ വരെ ഒന്ന് പോയാ ഒരു പക്ഷേ മൈക്കിളിന് അവളോട് സംസാരിക്കാൻ പറ്റിയേക്കും. അത് മതിയെങ്കിൽ അവിടെ വെച്ചാകുമ്പോൾ ഓക്കെ, ഞാനിപ്പോൾ തന്നെ പോവാം. താങ്ക് യു അങ്കിൾ. എന്താ അച്ചായ? ആരാ വിളിച്ചേ? ആരാ വിളിച്ചെന്ന്? അവനാ മൈക്കിൾ. ക്ലാര, ക്ലാര പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. വഴിമാറ്. മാറാം, പക്ഷേ അതിനു മുമ്പ് ഒരു 5 മിനിറ്റ്സ് അത്രയും മതി എനിക്ക്. മാറി നിൽക്കാനാ പറഞ്ഞത്. ക്ലാരെ, നീ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, മുഖത്ത് കാർ തുപ്പിക്കോ, എന്നാലും അവസാനമായിട്ടെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. എന്തിന്? അല്ലെങ്കിൽ തന്നെ നിങ്ങളിനി എന്ത് പറയാനാണ്? നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കുറെ കേട്ടതാണല്ലോ. മതി. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഞാൻ എന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതാണ്. എനിക്കറിയാം, ക്ലാരയുടെ നിഴലിന് മുമ്പിൽ പോലും വന്നിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. വീണ്ടും ജീവിതത്തിലേക്ക് ക്ഷണിക്കാനോ എന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാനൊന്നും വന്നതല്ല ഞാൻ. പിന്നെ സ്വസ്ഥമായി എന്റെ ജീവിതത്തിന് വഴിമുടക്കിയായിട്ടോ? അതിനാണോ നിങ്ങളിപ്പോ വന്നിരിക്കുന്നത്? അല്ല ക്ലാരെ, ഒരിക്കലുമല്ല. നീ എന്നെ വിശ്വസിക്കണം. വിശ്വസിക്കണമെന്നോ? കൊള്ളാം. നിങ്ങൾക്കിത് എന്നോട് പറയാൻ നാണമാവുന്നില്ലേ? മദ്യപിച്ച് ലക്ക് കിട്ട് എവിടെയോ പോയി വീണ് കയ്യും കാലും ഒടിഞ്ഞപ്പോ പുതിയ വേഷത്തിൽ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ശരിയാണ്. സമൂഹത്തിന്റെ വിലക്കുകൾക്കും ചുറ്റുകൾക്കും ഒപ്പിച്ച് ജീവിക്കാതെ തോന്നിയതുപോലെയൊക്കെ ജീവിച്ചു. അതിൻ്റെയൊക്കെ ശിക്ഷ ഞാൻ നന്നായിട്ട് അനുഭവിക്കുകയും ചെയ്തു. നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. നരകിക്കണം. ജീവിതകാലം മുഴുവൻ നിങ്ങൾ നരകയാതന അനുഭവിക്കണം. എനിക്കത് കാണണം, കണ്ട് സന്തോഷിക്കണം. ഞാനതിന് ഒരുക്കമാണ് ക്ലാരെ. നീ സന്തോഷിക്കുമെങ്കിൽ ഞാനും അത് ആഗ്രഹിക്കുന്നത്. നിന്നോടും കുഞ്ഞിനോടും ഒക്കെ കാട്ടിയ ക്രൂരതയ്ക്ക് അതൊരു പരിഹാരമാവുമെങ്കിൽ ഞാൻ ആശ്വസിച്ചോളാം ക്ലാരെ. അങ്ങനെയെങ്കിലും ഞാൻ ആശ്വസിച്ചോളാം. കണ്ടില്ലേ, സ്വന്തം കുഞ്ഞിനെ ഈ കൈകൊണ്ടല്ലേ ഞാൻ. മതി, എനിക്ക് അഭിനയം കാണണ്ട. അധികം വൈകാതെ ഞാൻ ജർമ്മനിക്ക് പോകും. ഇനി ചിലപ്പോൾ വന്നു എന്ന് പറയാം. അതിനു മുമ്പ് ക്ലാര എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാം. ചിലപ്പോ ഇനി എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിലോ, ഞാനിനി മടങ്ങി വന്നില്ലെങ്കിലോ? നമ്മുടെ സ്നേഹമോളുടെ പേരിട്ട്
നീ വളർത്തുന്ന കുഞ്ഞില്ലേ, അത് വളരുമ്പോൾ അച്ഛനാരാന്ന് ചോദിച്ചാ ക്ലാരയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എൻ്റെ പേര് പറയാൻ മനസ്സുണ്ടാവണം. എൻ്റെ ഒരു പ്രായശ്ചിത്തം പോലെ.